ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ പണ്ട് ഇപ്പം ഞാൻ വേറെ എങ്ങോട്ടും പോകില്ല, നമുക്ക് വിഷയത്തിലേക്ക് ഡയറക്റ്റ്ലി പോവാം. അപ്പോൾ എനിക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ വീഡിയോസിൽ അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോസ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോക്കുമ്പോഴാണെങ്കിൽ കവിള് ഭയങ്കര ഒട്ടിയിട്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഞാൻ പണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഫുഡ് നന്നായി കഴിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തടി വെക്കലും കാര്യങ്ങളൊക്കെ ആയേ. അപ്പോഴാണ് കവിളൊട്ടാൻ വേണ്ടിയിട്ട് മാറാൻ വേണ്ടിയിട്ട് എനിക്ക് അമ്മ പറഞ്ഞെന്ന കുറച്ച് ടിപ്സും ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് കവിള് പിന്നെ അതുപോലെ തന്നെ കളറ് വെക്കാനും നമുക്ക് ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എല്ലാവർക്കും മേടിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് കളർ വെക്കാനും അതുപോലെ തന്നെ കവിള് തുടുക്കാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഭയങ്കര കുറച്ച് നമുക്കിങ്ങനെ എന്താ പറയുക ഫ്രീ ആയിട്ടുള്ള ടൈമിൽ ഉള്ള സമയത്ത് നമുക്കത് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ നല്ല മാറ്റം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വായലിങ്ങനെ കവിളിങ്ങനെ വീർപ്പിച്ച് പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഞാൻ എന്തിട്ടെങ്കിലുമൊക്കെ ചെയ്യണ സമയത്ത് ഞാൻ ഇങ്ങനെ വീർപ്പിച്ച് പിടിക്കും. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവിളിങ്ങനെ ഒട്ടല് മാറിയിട്ട് ഭയങ്കര ഒട്ടിയിട്ടായിരുന്നു. അപ്പോൾ കവിളൊട്ടല് മാറിയിട്ട് ഭയങ്കര കവിള് തുടുത്തു തുടങ്ങി. അപ്പം ഇങ്ങനെ പിടിക്കുക നമുക്ക് ഫ്രീ ആയുള്ള സമയത്ത് ഞാൻ ഇന്ന ടൈമിൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എത്ര മിനിറ്റ് ചെയ്യണമെന്നൊന്നും പറയില്ല. നമുക്ക് ഫ്രീ ആയിരിക്കണ സമയത്ത് നമ്മൾ മാക്സിമം ജസ്റ്റ് അങ്ങനെ പിടിച്ചിരിക്കുക. വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല, എക്സസൈസും കൂടി അല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിയ കവിളൊക്കെ നല്ല രീതിയിൽ വീർത്തിരിക്കും കേട്ടോ. പിന്നെ അടുത്തത് എന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിക്കാൻ നിൽക്കണ നേരം ഉണ്ടല്ലോ, ആ സമയത്ത് കവിളിൽ വെള്ളം വെള്ളം കൊണ്ടിട്ട് ഇതുപോലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്പിറ്റ് ചെയ്ത് കളയുക. അപ്പം അതൊരു നല്ലൊരു കവിളൊക്കെ തുടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മാർഗ്ഗം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര കവിളൊട്ടിയിട്ടും ഭയങ്കര ക്ഷീണിച്ചിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യിച്ചിരുന്നു. അപ്പോൾ ഭയങ്കര ഒട്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ കവിള് നല്ല തുടുക്കാനും അതിനൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ രണ്ട് കവിളും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരു 20 ടൈംസ് 25 ടൈംസ്, ഞാൻ നിങ്ങളോട് ഇത്ര ടൈമൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. അത്രയും ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രം ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് ആവും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് ഒട്ടിയ കവിളൊക്കെ നല്ല രീതിയിൽ തുടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളിങ്ങനെ എക്സസൈസും അല്ലെങ്കിൽ ഇതുപോലത്തെ ഓരോ ടിപ്പും മാത്രം ചെയ്താൽ പോരാ. എന്തെങ്കിലുമൊക്കെ ഇത്തിരി കൂടി കളറും കൂടി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടല്ലോ, ക്യാരറ്റ് ജ്യൂസിൽ നമ്മൾ കുറച്ച് ഓറഞ്ചും കൂടി മിക്സ് ചെയ്തിട്ട്, ഓറഞ്ച് ഉണ്ടല്ലോ, ഓറഞ്ചും ജ്യൂസ് അടിച്ചിട്ട് കുടിച്ച് കഴിഞ്ഞാൽ രാവിലെ കേട്ടോ, ഞാൻ രാവിലെയാണ് കുടിക്കാറ്. അങ്ങനെ രാവിലെ കുടിക്കണ സമയത്ത് വെറും വയറ്റിലാട്ടോ കുടിക്കാറ്, വേറെ സംഭവങ്ങൾ കാര്യങ്ങളൊന്നും കഴിക്കാറില്ല. അപ്പം അങ്ങനെ കഴിക്കണ സമയത്ത് എനിക്ക് നല്ല രീതിയിൽ നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മുഖത്തൊക്കെ എന്ത് തേക്കെങ്കിലും നമ്മൾ അകത്തേക്കും കൂടി നല്ല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ എടുക്കണം, എന്നാലാണ് നമുക്ക് റിസൾട്ട് കുറച്ചും കൂടി അധികം വരാം. ഇതൊന്നും നമുക്ക് അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാവുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ചേഞ്ച് വരും കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ വേറെ എന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൽപ്പാട ഉണ്ടല്ലോ, പാല് തിളപ്പിച്ചതിന് ശേഷം പാൽപ്പാട, അതിൽ ഞാൻ പഞ്ചസാര ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല കേട്ടോ. പാൽ തിളക്കുന്ന സമയത്ത് ആ പാൽപ്പാട എടുത്തിട്ട് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഞാൻ ഇപ്പോൾ വരാം കേട്ടോ, വാക്കുട്ടി എന്തോ. പിന്നെ വേറൊരു എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടലമാവ്, അതുപോലെ തന്നെ കുറച്ച് കസ്തൂരി മഞ്ഞളും തൈരും. തൈര് ചിലവർക്ക് സ്കിന്നിന് പറ്റില്ല, പിമ്പിൾസ് വരാൻ ചാൻസ് കൂടുതലാണ്. അല്ലാത്തവർ വെറും വെള്ളത്തിൽ ചെയ്തിട്ട് മൂന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടാൻ പോലെ കാര്യങ്ങളും പോകാനും സ്കിന്നൊന്നും കൂടി നിറം വയ്ക്കാനും ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ ഈ പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് പണ്ട് ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇതുണ്ടല്ലോ രക്തചന്ദനം അരച്ചിട്ട് തേക്കാറുണ്ട്. അത് പക്ഷേ എനിക്ക് തേക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുരും സംഭവങ്ങളൊന്നും വരുമൊന്നുമില്ല,
പക്ഷെ നിറം വർദ്ധിക്കണ പോലെയല്ല കേട്ടോ എനിക്ക് തോന്നി. എനിക്ക് എൻ്റെ സ്കിന്നിന് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറൊന്നും കൂടി പോണ പോലെ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. എനിക്ക് അങ്ങനെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നല്ല രീതിയിൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും, ഓറഞ്ച് ജ്യൂസൊക്കെ നല്ല രീതിയിൽ കഴിക്കും. അതൊക്കെ നമുക്ക് നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ കളറ് വെക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ച് ജ്യൂസൊക്കെ. പിന്നെ ഈ എന്താ നാൽപ്പാമര എണ്ണ, അങ്ങനത്തെ എണ്ണയൊന്നും എനിക്ക് പറ്റില്ല, എൻ്റെ സ്കിന്നിന് പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയായിരിക്കും. ഇതൊക്കെ എല്ലാതും നിങ്ങൾക്ക് പറ്റണതായിരിക്കില്ല കേട്ടോ. എനിക്ക് പറ്റണത് നിങ്ങൾക്ക് പറ്റണമെന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നിനും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ അത് ട്രൈ ചെയ്യാം. എൻ്റെ സെൻസിറ്റീവ് ടു ഓയിലി സ്കിന്നാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ അധികം എന്താ പറയുക, ഈ തക്കാളി ഡയറക്റ്റ് ആയിട്ടുള്ള മുഖത്ത് തേക്കുന്നൊന്നും എനിക്കധികം പറ്റില്ല. എനിക്ക് ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് ഇതാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരാനുള്ള ടെൻഡൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ആട്ടോ കാര്യങ്ങൾ ചെയ്യാറ്. പിന്നെ വേറെ എന്താ റെമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തൈരുണ്ടല്ലോ, തൈര് തന്നെ മുഖത്ത് തേക്കുന്നത് നല്ലതാണ്. നമുക്ക് ടാനും അതുപോലെ തന്നെ നമുക്ക് കളർ വെക്കാനും ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ഞാനൊരു ½ ഇത് ഉണങ്ങാൻ നിൽക്കില്ല, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവണ സമയത്ത് ഞാൻ ഫേസ് ഒന്ന് കഴുകാറുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല നിറം വെച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ മുൾട്ടി ഉണ്ടല്ലോ, അതും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഞാൻ അപ്ലൈ ചെയ്യാത്ത സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോഴാണ് എന്താ പറയുക വേറെ സംഭവങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ചെയ്യണേ. ഓരോ എൻ്റെ സ്ഥിരം ഫോളോവേഴ്സ് ആണെങ്കിൽ അറിയാം, നമ്മളുടെ കോസറക്സിനെ സ്നെയിൽ പവർ മ്യൂസിനും പിന്നെ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഔട്ട് ഷൈൻ സിറം ഒക്കെ യൂസ് ചെയ്യണേ. അപ്പോൾ മുന്നൊക്കെ ഞാൻ ഇതൊക്കെയായിരുന്നു യൂസ് ചെയ്യണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഞാൻ ചില സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇതൊക്കെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ ഈ പ്രൊഡക്ട്സ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരണേ. അപ്പോൾ നല്ല രീതിയിൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാന്ന്. അപ്പം ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ഏതൊക്കെയാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ പപ്പായൊക്കെ അല്ലെങ്കിൽ ഈ ഓറഞ്ചൊക്കെ കഴിക്കണ സമയത്ത് അത് ജസ്റ്റ് ഒന്ന് മുഖത്ത് ഞാനിങ്ങനെ മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്തിട്ട് ഒരു 10 to 20 മിനിറ്റ്സ് വെച്ചിട്ട് ഞാൻ കഴുകി കളയാറുണ്ട്. ഓറഞ്ച് ഇട്ടോ, നല്ല പഴുത്ത ഓറഞ്ച്. അതുപോലെ തന്നെ പപ്പായയും ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആട്ടോ. പപ്പായ മുഖത്ത് നന്നായി പഴുത്ത പപ്പായ ജസ്റ്റ് ഒന്ന് മുഖത്ത് ഇതാക്കിയിട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഇതൊക്കെ ഞാൻ പണ്ട് ചെയ്യണതാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഇത് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ കറൻ്റ്ലി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസും അതുപോലെ തന്നെ ക്യാരറ്റും ആണ് ഡെയിലി കഴിക്കാറുണ്ട്. അപ്പം എനിക്ക് നല്ല വ്യത്യാസം തോന്നാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കണു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോസ് ആയി വരുന്നതായിരിക്കും. ബൈ.